രാഹുൽ, വെൽക്കം ടു മെൻഡർ എഫക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നമ്മുടെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ നിഫ്റ്റിയിൽ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ റീടെസ്റ്റിൽ ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ്, ഒരു അൺഹെൽത്തി മൂവ്മെൻറ്റാണ് രാവിലെ നടത്തിയത്. അതായത് രണ്ട് ക്യാൻഡിലിൽ മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വീഴുകയായിരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് താഴോട്ടായിരിക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് പുട്ട് കോൾ റേഷ്യോ എല്ലാം കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ മാർക്കറ്റ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്തു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഒരു മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിനാരിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. നമ്മൾ ഒരു 9:25 ആയപ്പം നമുക്കും ഇവിടെ കൺഫേം ആയി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന്. സോ നമ്മൾ വെയിറ്റ് ചെയ്തു ഈ റീട്രേസ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ ഈ ഗ്യാപ്പിൽ ഒന്ന് ഫില്ല് ചെയ്ത് മാർക്കറ്റ് ഈ ലോ ബ്രേക്ക് ചെയ്തപ്പം, അതായത് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് അവിടെ നമ്മൾ കൺഫർമേഷൻ എടുത്തു. ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു എവിടം വരെ, ഈ ലോ വരെ 24,040 വരെ. പെർഫെക്റ്റ് പിൻ പോയിൻറ്റ് എക്സിറ്റ് ആയിരുന്നു നമ്മുടെ. കറക്റ്റ് ഇവിടം വരെ മാർക്കറ്റ് പോയുള്ളൂ. പിന്നെ ഈവനിങ് വരെ മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുമായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, സോ നമ്മുടെ മാർക്കറ്റിൻ്റെ നാളത്തെ അനാലിസിന് വേണ്ടി ഓപ്ഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ PCR എത്രയാണ് നാളത്തേക്കെന്ന്. PCR മാർക്കറ്റിൻ്റെ 0.70 മാർക്കറ്റ് സ്റ്റിൽ മാർക്കറ്റിൽ കോൾ റൈറ്റേഴ്സ് കൂടുതലാണ്. അതായത് ഓപ്ഷൻ ചാർട്ടിൽ ഈ സൈഡിൽ, അതായത് കോൾ റൈറ്റേഴ്സ് ആണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ പുട്ട് റൈറ്റേഴ്സിനെക്കാട്ടി കൂടുതൽ. അത് നിങ്ങൾക്കാണെങ്കിൽ നേരെ NSE പോവുക. NSE ഓപ്ഷൻ ചെയിൻ എന്നടിച്ചു കഴിഞ്ഞാൽ, NSE ഓപ്ഷൻ ചെയിൻ എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. NSE ഓപ്ഷൻ ചെയിൻ. ഓക്കെ, സോ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ്. സോ താഴെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ OI, അതായത് കോൾ സൈഡിൽ OI. കോൾ സൈഡിൽ ആരാളുള്ളത്? സെല്ലേഴ്സ് എത്രയുണ്ട്? ഏകദേശം ടോട്ടൽ OI 30 lakh ഉണ്ട്. വേർഡ്സ് പുട്ട് സൈഡിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറയുന്നവർ എത്രയുണ്ട്? 21 lakh ആണുള്ളത്. ഓക്കെ, സോ ഏകദേശം 10 ലക്ഷം ഇവിടെ കൂടുതലാണ്. ഓക്കെ, 30 lakh 10 lakh എബോവ് ആണുള്ളത്. സോ മാർക്കറ്റ് സ്റ്റിൽ ഇൻ നെഗറ്റീവ് മൂഡ്. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടെ ഇന്നും ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ. ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ, ഞാൻ കളയുന്നുണ്ട്, ഈ ഒരു സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ, നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരത്തുള്ളൂ. ഒരു അപ്പ് സൈഡിലോട്ട് നമുക്ക് എൻട്രി വരണമെങ്കിൽ നമുക്ക് നമ്മുടെ റീസെൻറ്റ് സ്വിംഗ് ആയിട്ടുള്ള ഈ സ്വിംഗ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ ഏതാണ് നിയറസ്റ്റ് സ്വിംഗ് ഇതാണ്. ഓക്കെ, ഈ സ്വിങ്ങിൻ്റെ മുകളിൽ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് ഇനി അപ്പ് സൈഡിലോട്ട് ഒരു എൻട്രി നോക്കാം. അതും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു സിനാരിയോ വെച്ചിട്ട്, ലൈക്ക് ഒരു മാർക്കറ്റ് ഈ ഒരു ഹൈ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് താഴെ ഒരു POE അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക്, ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യും. ആ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ അവിടുന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. നാളെ പിന്നെ സെൻസസിൻ്റെ എക്സ്പയറിയും കൂടിയാണ്. സോ നാളെ ഈ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. മാർക്കറ്റ് നാളെ ഈ ലോ ഇതേപോലെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ടാർഗറ്റിലോട്ടുള്ള ട്രേഡ് നാളെ വരും. ഓക്കെ, സോ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഫൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. സോ ഞാൻ ഇത് കളയുന്നുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല ഇനി. സോ ഞാൻ ഈ ഒരു ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യട്ടെ. സോ ഈ ഏരിയയിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറുകയാണെങ്കിൽ എന്തൊരു ഇംബാലൻസ് കാണുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വീഴുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,969, 23,909. ഓക്കെ, അതല്ല മാർക്കറ്റ് ഇതേപോലെ തന്നെയാണ് ഒരു അഗ്രസീവ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സിനാരിയോ വെയിറ്റ് ചെയ്യാം. അവിടുന്ന് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. സോ ഞാൻ ഇന്നലത്തെ നമ്മുടെ ചലഞ്ചിൻ്റെ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു എൻട്രിയാണ് നമുക്ക് വേണ്ടത്. സെയിം എൻട്രിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർഷൻ തന്നെ. ഈ ഒരു ഇവിടുന്ന് ചെറിയ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ട്രെൻഡ് ലൈൻ ആൻഡ് ലൈക്ക് ഈ ഒരു FEGന്ന് ബ്രേക്കിൽ നമ്മൾ ട്രേഡ് എടുത്തു ഈ ലോ വരെ. ഓക്കെ, സോ സെയിം നമ്മൾ സ്റ്റിൽ ബിയറിഷ് ആണ് മാർക്കറ്റിൽ. എബോവ് 24,100 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നവരെ.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്.